ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ആണ്. നമ്മൾ ടാക്സിനെ കുറിച്ച് ഫിസ്ക്കൽ പോളിസി ഡിസ്കസ് ചെയ്ത ടൈമിൽ ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടാക്സ്. നമുക്കറിയാമല്ലേ എന്തായിരിക്കും ടാക്സ് എന്ന് പറഞ്ഞാൽ. ടാക്സസ് ആർ കമ്പൽസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ പീപ്പിൾ ടു ദ ഗവൺമെൻറ്. അപ്പോൾ നിർബന്ധമായും നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഒരു കമ്പൽസറി പേയ്മെൻ്റ് ആണ് എന്ത് ടാക്സ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഈ ഗവൺമെൻറ് എന്തിനായിരിക്കും ഈ ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഈ ടാക്സൊക്കെ എന്തിനായിരിക്കും ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്? ഗവൺമെൻറ് യൂസസ് ദിസ് മണി ഫോർ റോഡ്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഡിഫൻസ്, വെൽഫെയർ സ്കീംസ് എക്സെട്ര. അപ്പം നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഈ പൈസയൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് റോഡുകൾ, സ്കൂളുകൾ നിർമ്മിക്കാൻ, ഹോസ്പിറ്റലുകൾ, അതേപോലെ ഡിഫൻസ്, വെൽഫെയർ സ്കീംസ്, ഇതിനൊക്കെ ആയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഈ പണം ചെലവഴിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ടാക്സസ് 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ടാക്സും സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ടാക്സുമാണ്. അപ്പോൾ രണ്ടും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഡയറക്റ്റ് ടാക്സ്. Direct tax is a tax paid directly by the person or organization on whom it is imposed. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പേരിൽ ഡയറക്റ്റായിട്ട് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ദ ബേർഡൻ ഓഫ് ടാക്സ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ടു അനദർ പേഴ്സൺ. ഇപ്പോൾ ഒരാളുടെ മേൽ ചുമത്തിയ ടാക്സ് എന്താ അയാൾക്ക് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അയാൾ തന്നെ ആ ഒരു ടാക്സ് അടയ്ക്കണം. ആ ഒരു ടൈപ്പ് ഓഫ് ടാക്സ് ആണ് എന്ത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി, ഇൻകം, അതിനൊക്കെ നമ്മൾ പേ ചെയ്യുന്ന ടാക്സാണ് എന്ത് ഇൻകം ടാക്സ് എന്ന് പറയാം കേട്ടോ. ടാക്സ് പെയ്ഡ് ഓൺ സാലറി ഓർ ഇൻകം. സെക്കൻഡ് എക്സാമ്പിൾ കോർപ്പറേറ്റ് ടാക്സ് ആണ്. അത് മെയിനായിട്ട് പേ ചെയ്യുന്ന കമ്പനീസൊക്കെയാണ്. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിനനുസരിച്ച് ടാക്സ് പെയ്ഡ് ബൈ കമ്പനീസ് ഓൺ പ്രോഫിറ്റ്സ് ആണ് കേട്ടോ. അതാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സിന് എ ടീച്ചർ ആണെങ്കിൽ സാലറി പേസ് ഇൻകം ടാക്സ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്താ മന്ത്ലി സാലറി കിട്ടും, അല്ലേ. അപ്പോൾ അവരുടെ സാലറീൻ്റെ ഒരു എമൗണ്ട് അവരെന്താ ഗവൺമെൻറ്റിലേക്ക് ആ ഒരു ടീച്ചർ തന്നെ എന്ത് ചെയ്യണം, ഡയറക്റ്റായിട്ട് പേ ചെയ്യണം. അതൊരു എക്സാമ്പിളാണ്. ഈ ടീച്ചർക്ക് എന്താ ഈ ഒരു ടാക്സ് എന്താ ഡയറക്റ്റ് ടാക്സ് കാനോട്ട് ട്രാൻസ്ഫർ ദിസ് ടാക്സ് ടു അനദർ പേഴ്സൺ. വേറൊരു പേഴ്സണ് എന്താ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് കോൾഡ് ഡയറക്റ്റ് ടാക്സ്. നമ്മുടെ സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സിൻ്റെ സർവീസിൻ്റെ മേലൊക്കെ ചുമത്തുന്ന ടാക്സാണ് എന്ത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കളക്റ്റഡ് ത്രൂ സെല്ലേഴ്സ് ബട്ട് ഫൈനലി പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ്. കളക്ട് ചെയ്യുന്ന ആരാ, സെല്ലേഴ്സ് ആണ്. പക്ഷെ നമ്മൾ എന്താ അറിയാതെ പേ ചെയ്യൂല. നമ്മൾ മേടിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ഗുഡ്സിന് നമ്മൾ എന്താ, ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മൾ ടാക്സ് പെയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലേ. ദ ബേർഡൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമുക്ക് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. GST ആണ് കേട്ടോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈഡ് ഓൺ മോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വെൻ യു ബൈ എ മൊബൈൽ ഫോൺ ഫോർ ₹20,000 GST ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈസ്. നമ്മളിപ്പോൾ 20,000 രൂപയ്ക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ എന്താ ആ ഫോണിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ക്യാഷിൻ്റെ കൂടെ എന്താ നമ്മൾ GST കൂടി അടയ്ക്കണം, അല്ലേ. ദ ഷോപ്പ് കീപ്പർ കളക്ട് ടാക്സ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ ഗവൺമെൻറ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ GST കൂടി ആഡ് ചെയ്ത് മേടിച്ചിട്ട് ഈ സെല്ലർ എന്ത് ചെയ്യും, അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. അപ്പോൾ നമ്മൾ എന്താ ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്കല്ല അടയ്ക്കുക, ഈ ഒരു സെല്ലർ വഴി നമ്മൾ അറിയാതെ എന്താ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ കൂടെ ടാക്സ് അടയ്ക്കുന്നു. ആ ഒരു സെല്ലർ എന്താ അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക കേട്ടോ. യു ആർ ആക്ച്വലി പേയിങ് ദ ടാക്സ് ഇൻഡയറക്ട്ലി. സോ ദിസ് ഈസ് കോൾഡ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടാക്സ് എന്താണെന്നാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ടാക്സ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ടാക്സ്, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.